എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇത് വഞ്ചൂർ ജില്ലാ കോടതിയെക്കുറിച്ചുള്ള ഒരു പഠന വീഡിയോയാണ്. എൻ്റെ ഒരു ജൂനിയർ പെട്ടിയും തൂക്കി വന്നിരിക്കുകയാണ്. ഞാൻ അവനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. എടാ ശങ്കര, നീ ഇന്ന് കോടതിയെക്കുറിച്ചെല്ലാം പഠിച്ചോടാ? എൻ്റെ മണ്ടയ്ക്കകത്ത് ഭഗവതി, എന്നെ ഇഷ്ടമുള്ളവർ ശങ്കരി എന്നാണ് വിളിക്കുന്നത് എൻ്റെ സാറേ. അതിരിക്കട്ടെ, നീ കോടതിയെക്കുറിച്ച് പറ. വളരെ സുന്ദരമായ കോടതിയല്ലേ, എല്ലാം ഞാൻ പഠിച്ചു സാറിനെ, ഞാൻ പറഞ്ഞു തരാം. കോടതിയുടെ അകത്ത് കയറി നമ്മുടെ ഈ പോലെ ഇരിക്കുന്ന നമ്മുടെ പുരാതന ബിൽഡിങ്ങില്ലേ, അതിൻ്റെ തെക്കേ അറ്റത്ത് നിന്നും മുനിസിപ്പൽ കോടതിയുടെ വടക്കോട്ട് നോക്കി വടക്കുന്നാഥനെ മനസ്സിൽ ധ്യാനിച്ചതുകൊണ്ട് ഈ ഡാൻസ് സ്റ്റെപ്പുകൾ പറയുക. മുനിസിപ്പൽ കോടതിയുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ഇടത് കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് മുനിസിഫ് 1 എന്ന സ്റ്റെപ്പ് വയ്ക്കുക. അപ്പോൾ പുറകെ മുനിസിഫ് 1 കോടതി കാണാം. അതിനുശേഷം ഇടത് കൈ ഇടത്തോട്ട് മാറ്റി മുനിസിഫ് 2 എന്ന സ്റ്റെപ്പ് പറയുക. അപ്പോൾ പുറകെ മുനിസിഫ് 2 കോടതി കാണാം. ആഹാ, കൊള്ളാലൂടാ. അവിടെ നിന്നും 2 അടി വലത്തോട്ട് മാറുക. എന്നിട്ട് വലത് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുനിസിഫ് 3 എന്ന് പറയുക. പുറകിൽ മുനിസിഫ് 3 കോടതി കാണാം. എന്നിട്ട് വലത് കൈ വലത്തോട്ട് പൊക്കുക. മുനിസിഫ് 4 എന്ന് പറയുക. അപ്പോൾ പുറകിൽ മുനിസിഫ് 4 കോടതി കാണാം. കൊള്ളാലൂടാ. എന്നിട്ട് നമ്മൾ വടക്കോട്ട് നോക്കി മുകളിലേക്ക് വലിയൊരു വലയിങ്ങനെ വീശുക. അതെന്തിനാടാ? അവിടെയല്ലേ സാറേ D1 പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് 1 കോടതി ഇരിക്കുന്നത്. എന്നിട്ട് മുമ്പോട്ട് നടക്കുക. അതിൻ്റെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്നിട്ട് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സ്റ്റെപ്പ് വയ്ക്കുക. സബ് 1, സബ് 2, സബ് 3. അപ്പോൾ സബ് കോടതി 1 ആയില്ലേ എൻ്റെ സാറേ. അവിടെ നിന്നും മുകളിലോട്ട് കയറുന്ന വഴി ബാലകൃഷ്ണ ചേട്ടൻ്റെ മുദ്രപത്രവും വാങ്ങിക്കാം. പിന്നെ നമ്മൾ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ഡാൻസ് കുട്ടികളെ ഒന്നും തൊടാതെ ശ്രദ്ധിക്കണം പ്രത്യേകം. അതെന്താടാ അങ്ങനെ? അവിടെയല്ലേ എൻ്റെ സാറേ പോസ്കോ കോടതി. പിന്നെ മുമ്പോട്ട് നോക്കിയിട്ട് നമ്മുടെ ബിൽഡിങ് പഞ്ചായത്തിലാണോ കോർപ്പറേഷനിലാണോ എന്ന് നോക്കണം. അവിടെയല്ലേ തദ്ദേശ സ്വയംഭരണം LSDT. മിടുക്കനാണല്ലോടാ നീ. ആ നിലയിൽ നിന്നും അവിടെ നേരെ തെക്കോട്ട് പോവുക. അവിടെ നോക്കിയിട്ട് നമ്മുടെ റൂമിനൊക്കെ വാടക കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. അവിടെ റെന്റ് കൺട്രോൾ കോട്ട്. എന്നിട്ട് അവിടെ നിന്നും വയ്ക്കുക അടുത്ത സ്റ്റെപ്പ്. D1 D2 എന്നും പറഞ്ഞ് 2 സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കുക. എല്ലാ കോടതികളിൽ 2 അവിടെ ഉണ്ടല്ല. അവിടെ നിന്ന് താഴെ ഇറങ്ങി ഈ മാതൃകയിൽ കാണുന്ന ബിൽഡിങ്ങിലോട്ട് ഒന്നാകലേ കുടുംബങ്ങളെന്നും പറഞ്ഞോട്ട് അകത്തോട്ട് കയറി ഓടണം. അതെന്താടാ ഈ 1? എൻ്റെ സാറേ, JFMC 1 കോടതി കഴിഞ്ഞിട്ടല്ലേ കുടുംബ കോടതി. കുടുംബ കോടതി കണ്ടാൽ നമ്മുടെ കുടുംബത്തിൻ്റെ AC ഉണ്ടോ എന്ന് മുകളിലോട്ട് നോക്കണം. അതെന്തിനാടാ? ഒന്നും അറിയില്ല എൻ്റെ സാറേ. AC ഉള്ള കോടതിയല്ലേ ACJM പേപ്പർലെസ് കോടതി. ഫാമിലി കോടതിയുടെ മുകളിലാണല്ലോ. അവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട് നടന്നിട്ട് നമ്മുടെ മൊബൈലിലൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഒരു മൊബൈൽ കോടതി കാണാം. എന്നിട്ട് വീണ്ടും നടക്കുമ്പോൾ നമ്മുടെ മൊബൈൽ 3G ആണോ 5G ആണോ എന്നും കൂടി നോക്കണം. എന്തിനാണെന്നോ അവിടെയാണ് JFMC 3 കോടതി. പിന്നെ അങ്ങോട്ട് നിൽക്കുമ്പോൾ JFMC 2 കോടതിയും കാണാം. അത് കഴിഞ്ഞ് മുകളിലോട്ട് കയറിയാൽ കേന്ദ്രനാഥ് സെൻട്രൽ ബ്യൂറോ CBI കോടതി. പിന്നെ അവിടെ നിന്ന് നമ്മൾ വിജിലൻ്റായിട്ട് പോകാം. കാര്യം വന്നാൽ വിജിലൻസ് കോടതിയാണ്. അവിടെ നിന്ന് ഒരു 5 കോടതി
5-ാം കോടതി. അത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് ലിസ്റ്റുകളൊക്കെ ക്ലിയറാണോ എന്ന് നോക്കണം. നമ്മൾ നല്ല ഫുഡ് കഴിച്ചതും കുഴപ്പമുണ്ടോ എന്ന് നോക്കണം. അവിടെയല്ലേ ജില്ലാ കോടതി, ഫുഡ് ആൻഡ് സേഫ്റ്റി, മാർക്ക് ലിസ്റ്റ് കോടതി, ജില്ലാ 3-ാം കോടതി. അത് കഴിഞ്ഞാൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ്. അതും കഴിഞ്ഞ് നമ്മൾ നേരെ വീണ്ടും CBIയിലോട്ട് വന്ന് താഴോട്ട് നോക്കണം. നമ്മൾ ഭൂമിയുടെ കേന്ദ്രത്തിലോട്ട് ആകർഷിക്കണോ എന്ന് നോക്കണം. നമ്മൾ താഴെ വരുമ്പോൾ അവിടെ താഴെയുള്ള വാഹനങ്ങളിലൊന്ന് പിടിക്കാതെ നോക്കണം. അതെന്താടാ താഴെയുള്ള വാഹനങ്ങൾ ഇടിക്കാതെ നോക്കുന്നത്? അവിടെയല്ലേ സാറേ MACT കോടതി. അതുകൊണ്ടല്ലേ ആക്സിഡൻറ്റ് വരാതെ താഴെ വീണാലും നമ്മൾ ചാടി എത്തിച്ച് മുമ്പോട്ട് നോക്കുക. അവിടെ ഫാസ്ട്രാക്ക് ജില്ലാ കോടതിയും MACT കോടതികളുമായ ജില്ലാ കോടതി 4, 5, 6, 7. അവിടെ നിന്ന് തെക്കേ ഗേറ്റ് വഴി ചാടി ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടികൾക്ക് ലോൺ അടച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. കാരണം എന്താണെന്നാൽ നമ്മുടെ JFMC 11ഉം 12ഉം ചെക്ക് കേസ് കോടതികളും കൂടെയാണ്. അതുകൊണ്ട് വണ്ടിയുടെ അടവെല്ലാം നോക്കണം. അവിടെ വെണ്ടർ ജയലക്ഷ്മിയുടെ കയ്യിൽ പത്രവും ഉണ്ട്. ഒരു പെറ്റി കോടതി, 2-ാം ക്ലാസ് JFMC കോടതി അവിടെ അങ്ങനെ ഉണ്ട്. അതും നോക്കണം. കാറ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുണ്ട്. അത് കടന്ന് നമ്മൾ നേരെ തെക്കേ ഗേറ്റിലൂടെ കയറി വീണ്ടും നമ്മൾ കിഴക്കേ ഗേറ്റിൽ വരുമ്പോൾ അവിടെ മീഡിയേഷൻ സെൻറ്ററും, അത് കഴിഞ്ഞ് വരുമ്പോൾ പോസ്റ്റ് ഓഫീസും ബാങ്കും, തൊട്ടടുത്ത് വക്കീലന്മാരുടെ ബാർ അസോസിയേഷൻ ഉണ്ട്. അസോസിയേഷൻ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് നമ്മൾ ക്യാൻറ്റീൻ കഴിഞ്ഞാൽ നമുക്കുള്ളത് നമ്മുടെ സൊസൈറ്റിയാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റി. അവിടെ നമുക്ക് ലോണൊക്കെ കിട്ടും. എൻ്റെ സാറേ, ക്യാൻറ്റീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിന്നെ എനിക്ക് ഓർമ്മ വന്നത്. എടാ, നമ്മുടെ ക്യാൻറ്റീനിൻ്റെ ഒരു സൗകര്യം കൊണ്ടല്ലടാ നീ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. എടാ, മറ്റു പല കോടതികളിലെ ക്യാൻറ്റീനുകളിലും ഉച്ചയ്ക്ക് ഊണിന് കൂപ്പൺ നേരത്തെ എടുക്കണം. നമ്മുടെ ക്യാൻറ്റീനിൽ 50 രൂപ ഊണ് കഴിച്ചതിന് ശേഷം കൊടുത്താൽ മതി. നീ അത് മുതലെടുക്കുകയാണോടാ? എൻ്റെ സാറ് ജൂനിയേഴ്സിന് നല്ല ശമ്പളം കൊടുക്കുമെന്നാണ് കേട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതൊരു വിഷയമല്ലല്ലോ എൻ്റെ സാറേ. നീ വീണ്ടും എടുക്കണമല്ലോടാ. എനിക്കിട്ട് തന്നെ ഒരു പണിയും തന്നിരിക്കുകയാണല്ലോടാ. എന്തായാലും നീ മുഴുക്കൻ തന്നെ.